Hey my lovers, welcome back to my YouTube channel. Keep it short and sweet. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ശ്വാസം കൊടുക്കട്ടെ. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ ഒരു ട്രാവൽ വ്ലോഗാണ്. ഞാൻ നാട്ടിലേക്ക് പോകുന്നത് കേട്ടോ. അത് ഒറ്റയ്ക്ക് പോകുന്നത്. നമ്മൾ ഫ്ലൈറ്റിനാണ് പോകുന്നത്. കുറേ പ്രാവശ്യം ഫ്ലൈറ്റിന് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ആദ്യമായിട്ടാണ് പോകുന്നത്. സോ അതിൻ്റെ ഒരു ടെൻഷൻ, ഒരു വെപ്രാളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ലേറ്റ് അന്വേഷിച്ച് നടക്കുമായിരുന്നു. കറണ്ട് രാവിലെ പോയതാണ്, അത്ര നേരം വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ ക്ലാരിറ്റി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ നിന്നാണ്. ബാക്ക് ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണം. ഞാൻ റെഡി ആയിട്ടുണ്ട്. സോ അപ്പം നമ്മൾക്കിപ്പോൾ ഓട്ടോ വരും. ഓട്ടോ വന്നിട്ട് നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഓട്ടോ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ തനിയെ തന്നെയാണ് പോകുന്നത്. അനോട്ട് എന്നെ ഒന്ന് എയർപോർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാനുള്ളൊരു ഒഴിവുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ തനിയെ ഓട്ടോയിൽ പോയി നമ്മുടെ ഭോപ്പാലിലെ രാജാ ഭോജ് ഇൻ്റർനാഷണൽ എയർപോർട്ട് എത്തിയിട്ടോ. അങ്ങനെ നമ്മൾ അവിടുത്തെ കാര്യങ്ങൾ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ഒന്നും വീഡിയോസ് എടുക്കാണ്ടിരുന്നത്, നമ്മൾ തനിയെ ആകുമ്പോൾ റെസ്പോൺസിബിലിറ്റി കൂടുമല്ലോ. സോ അത് കാരണം എല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ഇവിടം തൊട്ടാണ് കേട്ടോ. നമുക്ക് 1:40 ഫ്ലൈറ്റ്. അത് പോയിട്ട് വീണ്ടും 4 മണിക്കൂർ ഡിലേ ആയിട്ടോ. അപ്പം നമ്മൾ എയർ ഇന്ത്യയിലാണ് കേട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടൈം ലേറ്റ് ആയപ്പോൾ സ്വാഭാവികമായും അവരൊരു ചെറിയ രീതിയിലുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കഴിക്കാൻ തന്നിട്ടുണ്ടായിരുന്നു. ശരി, അതൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. 4 മണിക്കൂർ കഴിഞ്ഞ് പോകാമല്ലോ എന്നുള്ള രീതിയിൽ വീണ്ടും എനിക്ക് ശരിക്കും ഭോപ്പാൽ ടു മുംബൈ ടു കൊച്ചിനായിരുന്നു. അത് വീണ്ടും അവർ കൺവേർട്ട് ചെയ്തിട്ട് ഡൽഹി ആക്കി തന്നു. ശരി, ഓക്കെ, ഡൽഹി അവിടെ നിന്ന് മാറി കയറാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോഴും ഇരുന്നു. വീണ്ടും അവർ ഡൽഹിയിൽ നിന്ന് പറ്റൂല പറഞ്ഞിട്ട് വീണ്ടും മുംബൈ ആക്കി തന്നു. സംതിങ് എന്തൊക്കെയോ ഒരു ഉടായ്പ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെയും വീണ്ടും ഡിലേ ആയി. വീണ്ടും ഞങ്ങൾക്ക് ഇതുപോലെ സ്നാക്സ് പിന്നെയും തന്നു. എനിക്ക് തോന്നുന്നു പാസഞ്ചേഴ്സിനെ ഒന്ന് ഒതുക്കിയിരുത്താൻ വേണ്ടിയിട്ടാണ് അവർ ഇടയ്ക്കിടയ്ക്ക് സ്നാക്സ് കൊണ്ടു തരുന്നത്. കാരണം അത്രയ്ക്കും എന്തൊക്കെയോ ഒരു ഉടായ്പ് കളിക്കുന്ന പോലെ ആൾക്കാരൊക്കെ ഒരുമാതിരി പ്രശ്നം ഉണ്ടാക്കാനൊക്കെ തുടങ്ങി. കാര്യങ്ങൾ കൈവിട്ട് പോണ ഒരു രീതിയിലൊക്കെ ആയിട്ടോ. പാസഞ്ചേഴ്സും അതുപോലെ തന്നെ എയർ ഇന്ത്യൻ്റെ സ്റ്റാഫ്സുമായിട്ട് ഭയങ്കര വഴക്കായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ ആക്കിയിട്ട് തന്നെ ഇല്ല. ഞാൻ ഒറ്റയ്ക്ക് അതിൻ്റെ ഒരു ടെൻഷൻ എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അവർ ടെക്നിക്കൽ ഇഷ്യൂ ആണ്, ഇന്ന് ഫ്ലൈറ്റ് ഇല്ല, നാളെ എടുക്കുള്ളൂ എന്ന് വരെ പറഞ്ഞു. പിന്നെയും എന്തൊക്കെയൊക്കെയോ പ്രശ്നങ്ങൾ കുറേ ഉണ്ടായ ശേഷം ഫൈനലി അവരൊരു 9 മണി ആയപ്പോൾ ഫ്ലൈറ്റ് എടുത്തു. നമ്മളൊരു 11 മണിയാകുമ്പോൾ മുംബൈ എത്തിയിട്ടോ. ഐ എം സോ ടയേർഡ്, സോ ടയേർഡ്, വെരി പുവർ ഡേ. അയ്യോ, എത്രയ്ക്കും ഒരുള്ള ദിവസമാണ് എൻ്റെ ലൈഫിൽ ഇതുവരെയ്ക്കും ഉണ്ടായിട്ടില്ല. ഇത്രയും പെട്ടെന്നൊന്ന് എത്തിക്കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ശരിക്കും എൻ്റെ കണക്റ്റിംഗ് ഫ്ലൈറ്റിൻ്റെ ടൈം കഴിഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയ ദിവസം തന്നെ ഈവനിങ് 6 മണിക്ക് നെടുമ്പാശ്ശേരി എത്തേണ്ട ആളാണ്. ഇത്രയും പ്രശ്നങ്ങളൊക്കെ വന്ന കാരണം മുംബൈ എത്തുമ്പോൾ തന്നെ രാത്രി 11 മണിയായി. ഞങ്ങൾ ഭോപ്പാലിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ രാത്രി 1 മണിയുടെ ഫ്ലൈറ്റ് കൊച്ചിക്ക് ഉണ്ട് എന്നുള്ള രീതിയിൽ ബോർഡിംഗ് പാസ് ഞങ്ങൾക്ക് തന്നു വീണ്ടും. പക്ഷേ മുംബൈ എത്തിയപ്പോൾ അവർ ആ ഫ്ലൈറ്റിൽ സീറ്റില്ല എന്നുള്ള രീതിയിൽ വീണ്ടും എന്തൊക്കെയൊക്കെയോ ഉടായ്പ് പറഞ്ഞ് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. പിറ്റേ ദിവസം 6:30 ഫ്ലൈറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് പിറ്റേ ദിവസം 6:30 ഫ്ലൈറ്റിനാണ് ഞാൻ ഇങ്ങോട്ട് നാട്ടിലേക്ക് വന്നത്. എനിക്കാണെങ്കിൽ പിറ്റേ ദിവസമാണ് ഒരു പരിപാടി. ഞാൻ കോളേജിലൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് വന്ന്. അതിലുപരി ഞാൻ വരുന്നത് എനിക്കും അനോട്ടനോ അല്ലാതെ വേറെ ഒരാൾക്കും അറിയില്ല. ഞാൻ വീട്ടിലൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഒരു ടെൻഷൻ കോളേജിലെ പ്രോഗ്രാമിന് കറക്റ്റ് സമയത്ത് എത്താൻ പറ്റുമോ എന്നുള്ളതായിരുന്നു. കാരണം നെടുമ്പാശ്ശേരി എത്തിയിട്ട് വീണ്ടും ഒരു 2 മണിക്കൂർ റണ്ണിങ് പാലക്കാട്ടേക്ക് ഉള്ളത് കാരണം എനിക്കാകെ ഭയങ്കര ടെൻഷനായിരുന്നു. ഫൈനലി അങ്ങനെ നെടുമ്പാശ്ശേരിയൊക്കെ എത്തി. അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോയി. എന്തായാലും ഈ ഒരു യാത്ര വളരെ മോശമായിട്ടുള്ള അനുഭവം. കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.